ആരും ആരെയും തിരിഞ്ഞു നോക്കാത്ത, എല്ലാവരും പേടിക്കുന്ന ഒരു സന്ദർഭമാണ് മീസാനിൻ്റെ ഘട്ടം. അവിടെ ആരും ആരെയും തിരിഞ്ഞു നോക്കാനില്ല. അവനവൻ്റെ കർമ്മങ്ങൾ അവിടെ തൂക്കപ്പെടുന്ന ഘട്ടത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം. അത്തരം സന്ദർഭങ്ങളിൽ ആകപ്പാടെ നാം ചെയ്ത കൊച്ചു കൊച്ചു അമലുകൾ നന്മയുടെ തട്ടിൽ എങ്ങനെയൊക്കെയോ വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ വിജയിക്കണമെന്ന് വിചാരത്തിൽ പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ ആ ഉള്ള നന്മകൾ തന്നെ ആരെങ്കിലും കൊണ്ടുപോകുന്ന ഒരു ഘട്ടം നമുക്കുണ്ടാവരുത്. പാപ്പറാവും, മുഫ്ലിസാവും. ആരെങ്കിലുമൊക്കെ ഗീബത്തും നമീമത്തും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ സ്വത്ത് അപഹരിച്ചിട്ടുണ്ടെങ്കിൽ, അന്യായമായി ഭൂമി പിടിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് പാപ്പറായി പോകും. അത് സ്വന്തം ഉമ്മയുടെ കുറ്റമാണ് ഭാര്യയോട് പറഞ്ഞതെങ്കിലും ഇത് ഉമ്മ അറിയുമ്പോൾ ഉമ്മക്ക് വലിയ സന്തോഷമാവും. ഓഹോ, നീ നിന്റെ ഭാര്യയോട് ഇതൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ടല്ലേ എന്നെക്കുറിച്ച്. ഈ മോൻ്റെ അമലുകൾ ഉമ്മ കൊണ്ടുപോകും. നഫ്സി നഫ്സി എന്ന് സ്വന്തം നോക്കുന്ന ഘട്ടത്തിൽ അന്ന് മനസ്സിലാവും, വെറുതെ ജീവിതത്തിൽ സോഷ്യൽ മീഡിയയിലും മറ്റും എൻഗേജായി ആരെയൊക്കെ ഗീബത്തും നമീമത്തും പറഞ്ഞ് എൻ്റെ ജീവിതം കൊളാക്കിയതിൻ്റെ നഷ്ടം അന്ന് ബോധ്യപ്പെടും. അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മുടെ നന്മ നമുക്ക് തന്നെ ഉപകരിക്കണം. നന്മയുടെ തട്ടിൽ തുലാസിൽ ഭാരമുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്തു വെക്കണം.